ഈത്തപ്പഴവും മുട്ടയും വെച്ചിട്ട് ഇന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് പെരുന്നാളിന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഞാനിവിടെ എടുത്തത് 300 ഗ്രാം ഈത്തപ്പഴമാണ്. ഏത് ടൈപ്പ് ഈത്തപ്പഴമായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തതാണ് ഇട്ടത്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് നല്ലോണം അടിച്ചെടുക്കണം. ആദ്യം തന്നെ ഇതൊന്ന് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാലെടുക്കുന്ന നേരം ശ്രദ്ധിക്കുക, നല്ല തണുപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മളിപ്പം ഫ്രിഡ്ജിൽ വെച്ച പാലൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഒഴിക്കരുത് കേട്ടോ. നമ്മളപ്പോൾ റൂമിൽ വെച്ച പാലായിരിക്കണേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ട്, അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ലോണം തന്നെ അരച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. നല്ലോണം അരഞ്ഞിക്കില്ല കേട്ടോ, നല്ല പേസ്റ്റ് പോലെ ഒന്നും അരച്ചിക്കില്ല. അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി ഇതാ ഞാനിത് മൂടി വെച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് മുട്ടാണ്. 5 മുട്ട നെയ്യൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു മുട്ട നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം പൊങ്ങി വരണം കേട്ടോ, നല്ലോണം തന്നെ പൊങ്ങി വരണം. കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളൂ. അപ്പോൾ ഇത് നമ്മളൊന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. മുട്ട ഇവിടെ നല്ലോണം തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മൈദ അളന്നെടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ മൈദ എടുക്കുന്നത്. 1.5 ഗ്ലാസ് അളവിലാണ് കേട്ടോ മൈദ എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് അളന്നിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ഇവിടെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കൂട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലത്തെ സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഈന്തപ്പഴം നല്ല കട്ടിയാണെന്ന് വെച്ചാൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുറച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ ആ ഒരു കൂട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതങ്ങനെ മിക്സ് ആയിട്ട് വന്നോളൂ. നമ്മളിത് പതുക്കെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ ഒരു കൂട്ടിട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് ലൂസല്ലെങ്കിൽ കുറച്ച് പാല് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇത് ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എഡിറ്റിങ്ങിൽ കുറച്ച് വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് കുത്തി കളിക്കിയതാണ് അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ പതുക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്.
ഇത് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ട താഴ്ന്നു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മൈദപ്പൊടി ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ മിക്സാണ് എല്ലാ ഭാഗത്തും കാണുന്നത്. അത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഓവൻ്റെ അകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 150 ഡിഗ്രിയിലാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. ഇത് കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഈത്തപ്പഴവും പാലൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം.